അതിന് ഇവന് നിന്റെ അത്ര ഹൈറ്റ് ഉണ്ടല്ലേ? ഞങ്ങൾ രണ്ടും സെയിം ഹൈറ്റ് ആ കേട്ടോ. അടിപൊളി. ഇത്ര ഹൈറ്റ് ഉണ്ടല്ലേ? ഇത്ര ഹൈറ്റ് വരും കന്നിക്ക് കേട്ടോ. അയ്യോ ഇത് കൊള്ളാം. നിന്റെ അത്ര ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ട് സെയിം ഹൈറ്റും ഒക്കെയാ. അടിപൊളി. പക്ഷെ ഇച്ചിരി ഇപ്പം പഞ്ചാര കുഞ്ചാ കേട്ടോ. എന്റെ അടുക്കേ മാത്രം. പക്ഷെ പുറത്തുനിന്ന് ഒരാള് വന്നാലേ ആള് ലീനായിട്ട് നിക്കുന്നെങ്കിലും കയ്യിലൊക്കെ നല്ല മസിലല്ലേ? കണ്ടോ? അടിപൊളി. ആതിര ഇത് ഏതിനായ? ഇതേ നമ്മുടെ ഇന്ത്യൻ ബ്രീഡിനകത്ത് വരുന്ന കന്നി നായയാണ്. കന്നിയോ? ആ കന്നി. അത് തമിഴ്നാടിന്റെ സ്വന്തം ബ്രീഡാ ആള്. അടിപൊളി. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേടിക്കുമല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേടിക്കുകയും ചെയ്യും. പക്ഷെ ഇന്നിപ്പം നമ്മുടെ മെയിലാണേ. മെച്ചുറായ ഒരു മെയിലാണ്. ഇവൻ ഏകദേശം ഒരു 2 വയസ്സോളം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു പെങ്കൊച്ചിനെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അവളെക്കാട്ടിൽ ഹൈറ്റ് വരുന്നത് ഇവനാണ്. പിന്നെ എല്ലാവരും ചോദിക്കും ഇവരെ ചെവിക്ക് ഇനി എന്താ പറ്റിയാന്ന് കേട്ടോ. അത് ഇവിടുത്തെ കോംബെ അത് സ്നേഹിച്ചതാണ്. അതും പ്രകാരം ചെവിയുടെ പകുതി അവളെ കൊണ്ടുപോയത് കൊണ്ടാണ് എന്റെ കൊച്ചിന്റെ കോംബെ അറ്റാക്ക് ചെയ്താണ്. ഇവന്റെ ഒരു ചെവിയുടെ പകുതിയും കൊണ്ടുപോയി പിന്നെ സർജറി ചെയ്തെടുത്ത കേട്ടോ. അടിപൊളി. ഇവിടെ കോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഗ്രഷൻ ഉള്ള ബ്രീഡാണ്. പക്ഷെ ഇവന് ഒപ്പത്തിനൊപ്പം നിന്നു. ഏതോ ഒരു സാഹചര്യത്തിൽ അങ്ങ് കൈവിട്ടു പോയി. അടി ഉണ്ടാക്കിയതാ. ഇത്രയും വലിയ നായയാകുമ്പോ ഇതിനൊപ്പം ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെ ആയിരിക്കും? നമ്മുടെ വീട്ടിലെ എന്ത് ഫുഡും കൊടുത്ത് വളർത്താൻ നമുക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഇച്ചിരി ഗുമ്മായിട്ട് കാണണമെന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇവൻ ചെറുക്കനോടായതുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ എല്ലാ നായ്ക്കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. മസിൽ ബോഡി നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെക്കന് ചിക്കനാ ഇഷ്ടം. പിന്നെ ചെക്കൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ കോമഡി കേട്ടോ. ചെറുക്കൻ്റെ ഭാര്യ ഇല്ലാതെ ജീവിക്കത്തില്ല. ചെറുക്കൻ്റെ കൂടെ ചെറുക്കൻ്റെ പെണ്ണുമ്പിള്ള വേണം, അല്ലാതെ ചെറുക്കൻ സമ്മതിക്കത്തില്ല കൂട്ടി കിടക്കാൻ. അതുപോലെ തന്നെ ചെറുക്കൻ്റെ ഭാര്യ ഇവനെ നേരെ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, പെണ്ണിന് ഒരു പൊടിക്ക് ഹൈറ്റ് കുറവാന്നേ. ഇവന്റെ കീഴെ കയറ്റിയേ കിടത്തത്തുള്ളൂ. നമ്മൾ എണീറ്റ് നിൽക്കുകയാണെങ്കിലും ഇവൻ കീഴെ നിർത്തും അവളെ. നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇത്ര ഗുമ്മായിട്ടിരിക്കുന്നതല്ലേ? സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തില്ലെങ്കിലോ? സപ്ലിമെന്റ്സ് ഒന്നും കൊടുത്തില്ലല്ലോ ആൾക്ക് ഇത്ര ഹൈറ്റും ഇതൊക്കെ വരും. പക്ഷേ ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ല ഇവരുടെ മസിലേ അതൊക്കെ ഒന്ന് ഗുമ്മായിട്ട് കാണണമെങ്കിൽ സപ്ലിമെന്റ്സും മുട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ വളർത്തുന്നവരായിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഇവന്മാർക്കുണ്ടല്ലോ അഡൽട്ടായ ഒരു ഡോഗിന് നമ്മൾ വൈകിട്ട് ഒറ്റ നേരമാണ്, അത് നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേർക്കുള്ള ഒരു സംശയമാണ് 3 നേരം ഫുഡ് കൊടുക്കണോ 2 നേരം കൊടുക്കണോ എന്ന്. അഡൽട്ടായിട്ടുള്ള ഒരു ഡോഗിന് ഒറ്റ നേരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നല്ല ക്വാണ്ടിറ്റി കൊടുക്കുക. പിന്നെ 3 നേരം കൊടുത്താൽ ഇവർക്ക് ദഹിക്കത്തില്ല സംഭവം. പോലെയുള്ള നായകളെയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ആദ്യം നമുക്ക് പറയാനുള്ളത് ഇവന്മാർ വേട്ടനായ ഇനത്തിൽപ്പെടുന്ന ഡോഗായ അതുകൊണ്ട് ഇവർ വേട്ടനായ ആയതുകൊണ്ട് അഗ്രഷൻ നല്ല രീതിയിൽ കാണും. അതുപോലെ തന്നെ ഇത് നായകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു നായ എടുത്ത് വളർത്താവുള്ളൂ. ഒരു കൗതുകത്തിന്റെ പുറത്ത് ആരും എടുത്ത് വളർത്തുകയൊന്നും ചെയ്യല്ല. പിന്നെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, വീട്ടിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു നായ്ക്കുട്ടിയെ വളർത്താൻ ഇൻട്രസ്റ്റ് കാണുന്നത്. പ്രത്യേകിച്ച് ലേഡീസിന് അങ്ങനെ കാണത്തില്ല. അങ്ങനെ ഒരിക്കലും ആരും എടുത്ത് വളർത്തല്ല. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇവന്മാരെ പ്രത്യേകിച്ച് വലിയ നാടനായ ആയതുകൊണ്ട് എടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടും പിന്നെ വഴി കൊണ്ട് കളയാൻ അങ്ങനത്തെ ഒന്നും ഇടവരുത്തരുത്. നമ്മളവിടെ വരുന്നവരോട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാവുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു നല്ല കാവൽ നായായിട്ടിട്ട് ഇവന്മാർ ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഇവരുടെ പല്ലിനെ കുറിച്ച് എടുത്തു പറയാനുണ്ട്. ഇത് കണ്ട നല്ല ഷാർപ്പായിട്ടുള്ള പല്ല. അതുപോലെ തന്നെ ഇവരുടെ മുഖവും നല്ല നീണ്ട മുഖമായിരിക്കും. അതുപോലെ തന്നെ വാല് നല്ല കമ്പ് പോലിരിക്കും വാല് കേട്ടോ. അത് റെഡി കിട്ടണം. എന്നാ സുഖമാണെന്നറിയാവോ? നമ്മുടെ ഇവിടെ എത്ര കന്നിപ്പിള്ളേരുണ്ട്? നമ്മുടെ ഇവിടെ ഏകദേശം ഒരു 10ഓളം കന്നിയുണ്ട് കേട്ടോ, മെയിലും ഫീമെയിലും ആയിട്ട്. എല്ലാം ഈ ഒരു സൈസ് ഉള്ളതല്ലേ? ഈ ഒരു സൈസ് ഉള്ളതാണ്. ഇവനെക്കാട്ടി ഒരു പൊടിക്ക് വലിയൊരു ചെറുക്കനോടുണ്ട്. ഒരാളുണ്ട്. നമ്മുടെ പഴയ വീഡിയോസ് അതൊക്കെ ഉണ്ട്. പതിയെ കാണിച്ചു തരാവേ. അടിപൊളി. ചെറുക്കൻ നിൽക്കുന്നുണ്ടല്ലേ? ചെറുക്കൻ അരുത്തി ചെറുക്കനാ കേട്ടോ. നമ്മളോടൊക്കെ നിൽക്കുമല്ലോ. നല്ലപോലെ ഇണങ്ങിയതല്ലേ? നല്ലപോലെ നമ്മളോട് ഇണങ്ങിയതാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചെറുക്കൻ. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ ചെറുക്കന്റെ വിധം മാറും. ഭയങ്കര അപ്പുറത്തോണ്ട് എല്ലാം അങ്ങ് എഴിച്ചു നിൽക്കും പെട്ടെന്ന്. നീ ഇപ്പൊ കൂടില്ലെങ്കിൽ എന്നെ കടിക്കും. ഉറപ്പാ. കടിച്ചു കഴിഞ്ഞാൽ എന്റെ അത്രയുള്ള ദശയും കൊണ്ട് പോകും. അത്രയും വൈറ്റ് ഫോഴ്സ് ഉണ്ടല്ലേ? വയലെ പല്ല് കണ്ടാൽ തന്നെ പേടി വരും. അത് തന്നെ. അടിപൊളി. കൊരയുണ്ടല്ലോ, ആൾക്കാരൊന്ന് പേടിക്കും. ഈ ചെറുക്കന് ഇപ്പൊ പിള്ളേരെല്ലാം ഉണ്ടോ? നിലവില് ഇവന് 3 ഭാര്യയിലുള്ള മക്കളന്മാരുണ്ട്. അതായത് ഒന്ന് ഇവന്റെ ഭാര്യ വീട് അങ്ങ് കുറച്ച് ദൂരെയാണ്. ഏകദേശം ഒരു 3 മാസം ചെക്കനും പെണ്ണും ഉണ്ട്. പിന്നെ 2ാമത്തെ ഭാര്യയില് ഒരു 30 ദിവസമായ പെങ്കൊച്ചുണ്ട്. 3ാമത്തെ ഭാര്യയില് കുഞ്ഞുണ്ടായിട്ടേ ഉള്ളൂ, കാണിക്കാറായിട്ടില്ല കേട്ടോ. ഈ സൈഡിൽ കാണിക്കുന്നതല്ലേ ആദ്യത്തേത്? ആദ്യത്തെ കുഞ്ഞിനെയും ഇവനെയും കൂടെ ഒന്ന് വെച്ച് നോക്കിക്കുക. അവർ രണ്ട് ഏകദേശം ഇപ്പൊ തന്നെ 3 മാസം ആയപ്പോ തന്നെ ഏകദേശം ഇവന്റെ പകുതിയോളമായ കുഞ്ഞുങ്ങള്. പിന്നെ 3 മാസമായ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നമുക്ക് വളർത്താൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എക്സ്ട്രാ ഫുഡ് അതായത് ഡോ ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വേണ്ടവർക്ക് കൊടുക്കാം. ചോറ് വരെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഒരു വേട്ടനായ ഇനത്തിൽപ്പെട്ട നായയാണിത്. ആന്ന് പണ്ട് തമിഴ്നാട്ടുകാരൊക്കെ വേട്ടയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരല്ലേ? തമിഴ്നാട്ടിൽ വേട്ടയ്ക്ക് കൊണ്ടേ, പിന്നെ പണ്ടത്തെ ബ്രിട്ടീഷുകാരെ അന്നത്തെ യുദ്ധത്തിനൊക്കെ കൊണ്ടുവരാ കൂട്ടത്തിൽ ഇവന്മാരുണ്ട്. നല്ലപോലെ ഓടാൻ കഴിവുള്ളതുണ്ടോ? നല്ലപോലെ ഓടാൻ കഴിവുണ്ട്. അതിന് ഇവരെ വളർത്തിയിട്ടുള്ളവര് പിന്നീട് ഇവരെ മറക്കത്തില്ല. എന്തിനേലും കടിച്ചു കഴിഞ്ഞാൽ കടിച്ചതാ. അതെന്നുവെച്ചാല് ഒരു കാര്യം പറയാം, നമ്മുടെ ഇവിടുന്ന് തെന്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവന്റെ മറ്റേ വേറെ ചെറുക്കനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറുക്കൻ്റെ ഒരു കൊച്ചിനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് ആങ്കിള് വന്നിരിക്കുന്നത്. ആങ്കിള് പറയുന്നതായിട്ട് ഭയങ്കര അറ്റാക്കിൻ്റെ ടെൻഡൻസി ഒക്കെ, അഗ്രഷൻ ഭയങ്കരമായിരുന്നു. പക്ഷേ ആങ്കിളിൻ്റെ മുന്നേ വെച്ച് ആ കുഞ്ഞ് വണ്ടി ഇടിച്ച് മരിക്കുമായിരുന്നു. പക്ഷേ ആങ്കിള് രണ്ടാമതൊരു കുട്ടിയെ കൂടെ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതും അതുപോലെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും വളർത്തിയിട്ടുള്ളവർ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ തമിഴ്നാട്ടിൽ ചെറിയ ചരിത്രമൊക്കെ ഉണ്ട്. ശ്രീധരനൊക്കെ കൊടുക്കുന്ന വിത്തുങ്ങളായിരുന്നു ഇത് കേട്ടോ. ഓണറോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കേട്ടോ. ഓണർക്ക് വേണ്ടി എന്ത് ഇവന്മാര് ചെയ്യും. നല്ല ബലവുമാണ്, നല്ല ബലമൊക്കെ ഉണ്ട്. പിന്നെ ഇവന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാണല്ലോ, എനിക്ക് എന്നെക്കാട്ടി കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പായോടെ ഇവൻ കാണിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവൻ അലച്ച് കൂവിന്ന് വാശി പിടിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോറ് കൊടുക്കുമ്പോൾ ഒരു ഉമ്മയൊക്കെ തരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മൾ ആ പരിപാടി അങ്ങ് നിർത്തി കേട്ടോ. അത് ഇഷ്ടപ്പെട്ടില്ലയോ?